നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള വാടക കൊടുക്കാൻ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി. 25 ലക്ഷത്തിന് മേലുള്ള ബില്ലുകൾ പാസ്സാക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഇതിനുവേണ്ടി ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടകയായി 2.4 കോടി അനുവദിക്കുകയും ചെയ്തു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക 80 ലക്ഷം രൂപയാണ്. ഹെലികോപ്റ്റർ വാടക കൊടുത്തിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ്. മെയ് 6-നാണ് ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹ്യ പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പോലും മുടങ്ങിയിരുന്നു. പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. നിത്യനിദാന ചെലവുകൾ പോലും കൃത്യമായി നടത്താനാവുന്നില്ല. തന്നെയുമല്ല, പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് മാത്രമായി 24,000 കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ KN ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പണമില്ലാത്തതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. ആശുപത്രികളിൽ മരുന്നില്ല. സ്റ്റെന്റ് അടക്കമുള്ളവ വാങ്ങിയതിന്റെ പണം കുടിശ്ശികയായതിനാൽ ഹൃദയ ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നു. പൊതുമരാമത്ത് കരാറുകൾക്ക് കോടികൾ കൊടുക്കാനുള്ളതിനാൽ പണികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. വഴികളിലെ കുഴിയടയ്ക്കൽ പോലും നടക്കുന്നില്ല. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി 80 ലക്ഷം രൂപ നിരക്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നതും വാടക നൽകാൻ ട്രഷറി നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞതും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.